name health and hygiene. Chapter name health and hygiene. So ഈ health and hygiene എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ആരോഗ്യം, ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യം, ഹൈജീൻ എന്ന് പറയുന്ന ശുചിത്വം, ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ കുട്ടികൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇതൊക്കെ കീപ്പ് ചെയ്യേണ്ടത്, ആരോഗ്യമുള്ള ഒരു അവസ്ഥയും ശുചിത്വമുള്ള ഒരു അവസ്ഥയും എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. Health and hygiene. When children are young, because their immunity may not have fully developed, they are often highly susceptible to infectious disease. നമുക്കറിയാം ചെറിയ കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മറ്റ് സ്പ്രെഡിങ് ആയിട്ടുള്ള ഡിസീസസ്, കണ്ടാമിനേറ്റഡ് ഡിസീസസ് ഒക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കും. കാരണം എന്താണ്, നമ്മളുടെ പോലത്തെ ഒരു ഇമ്മ്യൂണിറ്റി അവർക്കില്ല, അത് ചെറുതാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ നമ്മളുടെ അത്രയൊന്നും ഒരിക്കലും അവരിൽ കുട്ടികളായിരിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. In the child care setting, where children are in close and frequent contact with each other, infectious diseases can spread rapidly. നമുക്കറിയാം ചെറിയ കുട്ടികൾ, അതുകൊണ്ടാണ് ഈ അംഗൻവാടിയിലൊക്കെ ഒരു കൊച്ചിന് എന്തെങ്കിലും ഒരു പകർന്നു പിടിക്കുന്ന, അംഗൻവാടി തന്നെയല്ല സ്കൂളുകൾ, ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ KG നമുക്ക് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അത് തുടരെ അടുത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വ്യാപിക്കും. കാരണം കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുള്ള കാരണമാണ് അവരിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവാണ്. Fortunately, there are a number of ways to reduce the risk of infections in the children. നമുക്ക് ധാരാളം വഴികളുണ്ട് ഇതിന്റെയൊക്കെ റിസ്ക്, ഈ ഇൻഫെക്ഷൻസ് പടരുന്നതിനുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ധാരാളം മെത്തേഡ്സ് ഉണ്ട്. Routine immunizations can protect children against many severe and sometimes fatal infections. Routine immunizations, അതായത് റൂട്ടീൻ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റൂട്ടീൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് നമ്മളുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യും, ഇത്തരം രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ പ്രൊവൈഡിങ് ചിൽഡ്രൻ വിത്ത് എ ഹെൽത്തി ഡയറ്റ്, അവർക്ക് നല്ലൊരു ആരോഗ്യശീലം, ഹെൽത്തി ഡയറ്റ്, ഭക്ഷണശീലം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം കൊടുക്കുന്നതിന് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അടക്കം അവരുടെ ഇമ്മ്യൂണൈസേഷൻ പവറിനെ കൂട്ടും. അതേപോലെ അവർക്ക് to ensure that their bodies are better equipped to combat. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് അവർക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് കൊടുക്കുന്നതിലും, അതേപോലെ റൊട്ടീൻ ഇമ്മ്യൂണൈസേഷൻ, അവർക്ക് കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ വീക്കിലിയോ മന്ത്ലിയോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂട്ടേണ്ട, നമുക്കറിയാം വാക്സിൻസ് എടുക്കുന്നതെല്ലാം കൃത്യമായിട്ടൊക്കെ നടത്തുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം പടർന്നു പിടിക്കുന്ന അസുഖങ്ങളെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അവരുടെ അളവ് നമുക്ക് അല്ലെങ്കിൽ പകർച്ചവ്യാധിയുടെ തോത് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ പറയുന്നതാണ് സിമ്പിൾ പ്രൊസീജിയേഴ്സ് ക്യാൻ ഓൾസോ ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ ചൈൽഡ് കെയർ സെറ്റിംഗ് ടു ഹെൽപ്പ് പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഡിസീസസ്. അതേപോലെ മറ്റ് ചെറിയ സ്റ്റെപ്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ അതിനുള്ള സ്റ്റെപ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പല അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. റിഗോറിയസ് ഹൈജീൻ ആട്ടോ, ആദ്യത്തെ റിഗോറിയസ് ആണ്, RIG ആണ്, RID അല്ല, G ആട്ടോ. റിഗോറിയസ് ഹൈജീൻ, അതായത് അതിന് വേണ്ട ഒന്നാമത്തെ കാരണം നമ്മൾ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട. റിഗോറിയസിന്റെ അർത്ഥം സ്ട്രിക്റ്റ് എന്നാണ്, കർശനം എന്നുള്ളതാണ് അതിന്റെ മലയാളം മീറ്റിംഗ്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഒരു ഹൈജീൻ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. കുട്ടികൾ അത് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ വേണം. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മളുടെ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ അവർ വ്യാപരിക്കുന്ന മേഖലകളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഡിസീസസ് പകർന്നു പിടിക്കുന്നതോ എന്തെങ്കിലും ആയിട്ടുള്ള അൺഹെൽത്തി സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് മാക്സിമം കുട്ടികളെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അതേപോലെ അവർക്ക് കുറച്ചുകൂടി അവരെ ഹെൽത്തി ആക്കാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റിഗോറിയസ് ഹൈജീൻ. അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കർശനമായിട്ടുള്ള ഒരു ശുചിത്വം മെത്തേഡ് അവർ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ എന്തൊക്കെയാണെന്ന് വഴിയെ കാണും. അതേപോലെ എക്സ്ക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് വിത്ത് ഇൻഫെക്ഷൻസ് വെൻ അപ്രോപ്രിയേറ്റ് ഫ്രം ദ ചൈൽഡ് കെയർ സെറ്റിംഗ്. അതായത് കുട്ടികളെ ഒഴിവാക്കുക, എങ്ങനെയുള്ള എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക, എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ്
എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പകർച്ചവ്യാധികളൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, നമുക്കറിയാം പനി പോലും കുട്ടികളിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖമാണ്. അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുട്ടികളെ മാക്സിമം ഒഴിവാക്കുക. അതേപോലെ പ്രോംപ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെക്ഷൻസ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം, കണിശമായിട്ടുള്ളതെന്ന് പറയുന്നത്. അത്രയും നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഉടനെ തന്നെ എടുത്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ധാരാളം അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുട്ടികളിൽ രോഗം വർദ്ധിക്കുന്ന അവസ്ഥകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സോഴ്സസ് നമുക്കറിയാം, ഉത്ഭവങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഇൻഫെക്ഷൻസ് വരുന്നത്. ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്നാണ് പറയുന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജനറലി എ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആർ പീപ്പിൾ, ഡൊമസ്റ്റിക് ആനിമൽസ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. പ്രധാനമായിട്ടും ഇൻഫെക്ഷൻസ് വരുന്നത് വ്യക്തികളിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന് വരാം. ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസിൽ നിന്നും വരും. കണ്ടാമിനേറ്റഡിന്റെ അർത്ഥം പൊല്യൂട്ടഡ് എന്നാണ്, അതായത് മലിനമായ ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള എയറിൽ നിന്ന് വരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ എയർ, അതിൽ നിന്ന് വരെ നമുക്ക് എന്ത് വരാം? പ്രധാനമായിട്ടും ഇൻഫെക്ഷൻസ് പടർന്നു പിടിക്കാൻ ചാൻസ് ഉണ്ട്. Certain areas where stagnant water and water residues accumulate, such as sinks, U-bends, toilets, and wet clothing readily support the growth of germs and may also become a source of infection. ഇത് കൂടാതെ വരുന്നതാണ് സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കെട്ടിക്കിടക്കുന്ന മലിനമായ ജലം. സ്റ്റാഗ്നന്റിന്റെ അർത്ഥം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട് കിടക്കുന്ന വെള്ളം. അത് അതേപോലെ വാട്ടർ റെസിഡ്യൂസ്, മറ്റ് വെള്ളം ഇങ്ങനെ സിങ്കില് അല്ലെങ്കിൽ നമ്മൾ പൈപ്പ്, PVC പൈപ്പ് കണക്ട് ചെയ്യുന്നിടത്ത് വരുന്ന ബെൻഡില്, അതേപോലെ ടോയ്ലറ്റ്, അതിലേക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ, അതേപോലെ നനഞ്ഞ വെറ്റ് ക്ലീനിങ് ക്ലോത്ത്സ്, നനഞ്ഞ തുണികൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ തുണിയൊക്കെ കിടക്കുന്നതെല്ലാം പെട്ടെന്ന് ജേംസിന്റെ ഗ്രോത്തിന് സഹായിക്കും. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് അണുക്കള്, അതായത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഒക്കെ പെട്ടെന്ന് ഗ്രോ ചെയ്യും. അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. സ്റ്റാഗ്നന്റ് വാട്ടർ റെസിഡ്യൂസ് അക്യുമുലേറ്റ് സച്ച് സിങ്കില്, യൂബെന്റില്, ടോയ്ലറ്റില്, വെറ്റ് ക്ലീനിങ് ക്ലോത്ത്സില്, ഇതൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? ക്ലീനിങ് ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിരിച്ച് വാഷ് ചെയ്തിടുക, അല്ലെങ്കിൽ കളയേണ്ടതാണെങ്കിൽ അത് കളയുക. ഒരിക്കലും അത് ഇങ്ങനെ വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടൊന്നിരിക്കരുത്. അതേപോലെ സിങ്കുകള് മാക്സിമം നമുക്കറിയാം എപ്പോഴും ക്ലീൻ ചെയ്തിടാൻ പറയുന്ന ഒരു സ്ഥലമാണ് സിങ്ക്. അത് നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന സിങ്ക് ആയാലും നമ്മളുടെ വീട്ടിലേതായാലും എപ്പോഴും ക്ലിയർ ആയിരിക്കണം. യൂബൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ പൈപ്പുകളിലൊക്കെ വരുന്നത് ചിലപ്പോൾ അറിയാം, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അവിടെ ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലുള്ള കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷന് കാരണമായിട്ട് മാറും. ഇനി ഇൻഫെക്ഷൻസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. പല രീതിയിലാണ് ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നത്. അതിന്റെ പോയിന്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Some can occur by direct contact with infected people, animals, blood or other body fluids. ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ വരുന്നത് അത് ആ അസുഖമുള്ള ആളുടെ ഡയറക്റ്റ് കോണ്ടാക്ട് ആവാം, അല്ലെങ്കിൽ ആ ആനിമൽസിനെ കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ല എങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അയാളുടെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റു ശരീരത്തിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഒക്കെ അയാളുടെ ആ അസുഖമുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് നമ്മളുടെ മേത്തേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇപ്പോൾ കൊറോണ പറയുന്നത്. അറിയാം, തുമ്മുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ആ ജലകണങ്ങൾ എന്നൊക്കെ പറയുന്ന ഫ്ലൂയിഡ്സ് അതെന്ത് പറ്റുന്നു, മറ്റൊരാളുടെ ശരീരത്തില് മുട്ടിക്കഴിയുമ്പോൾ അയാൾക്കും ആ അസുഖം ബാധിക്കുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തത്. Some can occur by direct contact with infected people, animals, blood or other body fluids. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, കോണ്ടാക്ട് വിത്ത് ബ്ലഡ് സ്പിൽസ് ഡ്യൂറിങ് ഫസ്റ്റ് എയ്ഡ്. ഒരാള് ഫസ്റ്റ് എയ്ഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഇപ്പോൾ ഒരു അപകടം പറ്റി, കാല് കയ്യൊക്കെ മുറിഞ്ഞു. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവ്, നമ്മളാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് അതൊന്ന് ആ ബ്ലഡ് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള അസുഖം നമ്മളുടെ ശരീരത്തിലേക്കും ബാധിക്കും. അടുത്തത്, സം അറൈസ് ബൈ സെൽഫ് ഇൻഫെക്ഷൻ ഫ്രം ദ ബോഡി
ഓൺ ജേംസ്. അടുത്തത് സ്വന്തമായി തന്നെ നമ്മുടെ ശരീരത്തിൽ ജേംസ് വരും നമ്മൾ ശ്രദ്ധിക്കാതെ. നമുക്കറിയാം, പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് മാക്സിമം നമ്മളെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം എന്ന് പറയാം. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ജേംസ്, ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ ജേംസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കേണ്ടത്. എന്നൊരു എക്സാമ്പിൾ ഇവർ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാഡർ ഇൻഫെക്ഷൻസ് ആർ കോമൺലി ഡ്യൂ ടു നോർമൽ ഗട്ട് ഓർഗാനിസംസ് ഇൻവൈഡിങ് ദ യൂറിനറി ട്രാക്ട്. ബ്ലാഡറിൽ വരുന്ന ഇൻഫെക്ഷൻസ് അത് നമ്മളുടെ എന്തുകൊണ്ടാണ് കോമൺലി ഡ്യൂ ടു, അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുടല്, നമ്മൾക്കറിയാം നമ്മളുടെ ചെറുകുടല് വൻകുടല്, അതിനെയും നമ്മളുടെ യൂറിനറി ട്രാക്റ്റിനെയും തമ്മിലുള്ള ആ ഒരു ഏരിയയിലേക്ക് ഇത് അധികമായിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ജേംസ് ഉണ്ടായി അത് ആ ഭാഗത്തെ നന്നായിട്ട് എന്താ പറയുന്നത് ഇൻഫെക്ഷസ് ആക്കും, അലർജിക് ആയിട്ട് മാറ്റും. അങ്ങനെയാണ് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ നമ്മളുടെ യൂറിനറി അല്ലെങ്കിൽ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അസുഖങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായി വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളുടെ ശരീരത്തിൽ തന്നെ ജേംസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അറൈസ് ബൈ സെൽഫ് ഇൻഫെക്ഷൻ ഫ്രം ദ ബോഡീസ് ഓൺ ജേംസ്. അടുത്തത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ ഇൻഫെക്ഷൻസ് യൂഷ്വലി അറൈസ് ഫ്രം കൺസ്യൂമിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ ബട്ട് സംടൈംസ് റിസൾട്ട് ഫ്രം ജേംസ് ബീയിങ് ക്യാരിഡ് ടു ദ മൗത്ത് ഓൺ അൺവാഷ്ഡ് ഹാൻഡ്സ്. അടുത്തത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, വയറ് വീർക്കുക, വയറ് കമ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിർത്താതെ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ലൂസ് മോഷൻ, അങ്ങനെ വരുന്ന ഓരോ അസുഖങ്ങളും നമ്മുടെ വയറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്തുള്ള ഒരു കുടലിന്റെ ആട്ടോ ഈ പറയുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്? കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. നമുക്കറിയാം, തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഈച്ച വന്ന ഭക്ഷണം, ചീത്തയായി പോയത്, പഴകിപ്പോയത്, അതൊക്കെയാണ് നമ്മൾ മലിനമായ ഭക്ഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണത്തിൽ നിന്നോ വാട്ടറിൽ നിന്നോ നമുക്ക് ഈ അസുഖം വരാം. അതേപോലെ വൃത്തിയായിട്ട് കൈ കഴുകാതെയോ അല്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കാതെ അൺവാഷ്ഡ് ഹാൻഡ്സ്, അല്ലെങ്കിൽ അതൊക്കെ ആ അൺവാഷ്ഡ് ഹാൻഡ്സിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് നമ്മളുടെ വായയിലേക്ക് പോകും. ഈ ജേംസ് അതെന്ത് ചെയ്യും? നമ്മളുടെ വയറിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അടുത്ത പോയിന്റ് ആണ് എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ occurs in two ways. Either germs are carried on skin scales as they are shed from our bodies or by respiratory droplets expelled when we cough, sneeze or talk. അടുത്തത് എയർബോൺ. എയർബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടർന്നു പിടിക്കുന്നതെന്നാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് വായുവിലൂടെയൊക്കെ പടർന്നു വരുന്ന പോലത്തെ. അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തതാണ് germs are carried on skin, നമ്മളുടെ സ്കിന്നിൽ ക്യാരി ചെയ്തിട്ട് നമ്മളത് നമ്മളുടെ ബോഡിയിലേക്ക് അത് പ്രവേശിക്കും. നമുക്ക് ചുറ്റുപാടുന്ന് വരുന്നതായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കുട്ടികളിൽ വരുന്ന മറ്റേ ഒരു ചിക്കൻ പോക്സ് പോലെ വരുന്നത്, സ്മോൾ പോക്സ്, ആ സംഭവം. അതിനകത്ത് പറയുന്നത് നമുക്കറിയാം, നമ്മൾ അതുള്ള കുട്ടിയുടെ അടുത്ത് പോയി ആ കുട്ടിയുടെ സ്കിന്നിൽ നിന്ന് നമ്മളുടെ സ്കിന്നിലേക്ക്, നമ്മളുടെ ചെറിയ മക്കളുടെ സ്കിന്നിലേക്കോ അങ്ങനെ അത് പെട്ടെന്ന് ശരീരത്തിലേക്ക് പടർന്നു പിടിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. അതേപോലെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എക്സ്പെൽഡ് വെൻ വി കൗഫ്, സ്നീസ് ഓർ ടോക്ക്. നമ്മൾ സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യാം? നമ്മളുടെ സ്കിന്നിൽ നമ്മളുടെ എല്ലാം ഉദ്ദേശിച്ചത് ആരാണോ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ചെറിയ കുട്ടികൾ തമ്മിലാകാം, ഇല്ലെങ്കിൽ വലിയവർ തമ്മിൽ, അല്ലെങ്കിൽ ടീച്ചർ ടു സ്റ്റുഡന്റ്, അങ്ങനെ ആരൊക്കെ തമ്മിലാണോ ആർക്കാണോ രോഗി, ആ രോഗി ഇങ്ങനെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് വീഴുന്ന ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ മേത്തേക്കൊക്കെ വീണ് കഴിയുമ്പോൾ എന്ത് പറ്റും? അവർക്കും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് സം ഇൻഫെക്ഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻഡയറക്ട്ലി. മറ്റു ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫർഡ് ബൈ അൺവാഷ്ഡ് ഹാൻഡ്സ് ടു സർഫസ്. അത് അൺവാഷ്ഡ് ഹാൻഡ്സിൽ നിന്ന് സർഫസിലേക്ക് വരുന്നത്. സർഫസ് എന്ന് വെച്ചാൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് അൺവാഷ്ഡ് ആയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കാതെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് അൺവാഷ്ഡ് ഹാൻഡ്സ് ടു സർഫസ്. ദി സർഫസ് കോമൺലി ഇൻവോൾവ്ഡ് ആർ ഹാൻഡ് ആൻഡ് ഫുഡ് കോണ്ടാക്ട് സർഫസസ് ആൻഡ് ക്ലീനിങ് യൂട്ടൻസിൽസ്. അതായത് ഈ സർഫസ് കൂടുതൽ എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം,
അല്ലെങ്കിൽ അതായിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് പാത്രങ്ങൾ അതൊക്കെ നമ്മൾ അൺവാഷ്ഡ് അതായത് വൃത്തിയില്ലാതെ ഫുഡ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ക്ലീൻ ചെയ്യാതെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും മറ്റൊരു രീതിയിൽ അത് ഡയറക്റ്റ് അല്ല അത് ഇൻഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് വരുന്നതിന് ഉള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. Although germs will eventually die on a dry surface, many species can survive on surface long enough to pose a risk of infection. നമ്മൾ പറയാറുണ്ട് വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള സർഫസിൽ ഈ ജേംസ് പെട്ടെന്ന് മരിച്ചു പോകുന്നു. പക്ഷെ ചിലത് എന്ത് ചെയ്യും, ചില സ്പീഷീസ് ചില രീതി ചില വിഭാഗത്തിൽപ്പെട്ടവര് സ്പീഷീസ് എങ്ങനെയായിരിക്കും, അവർക്ക് ലോങ് ഇനഫ് ടു പോസ് എ റിസ്ക് ഓഫ് കൺഫ്യൂഷൻ. പക്ഷെ അതുങ്ങൾ പെട്ടെന്ന് ചത്തു പോകണം എന്നില്ല. അല്ലെങ്കിൽ അവർ ആ സർഫസിൽ വെള്ളം ഇല്ലാത്തൊരു സർഫസിലാണെങ്കിൽ അത് കുറെ കാലം കൂടി ജീവിക്കും. അതൊരു വലിയ ഇൻഫെക്ഷനിലേക്ക് നമ്മളെ മുൻപോട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മളിൽ വരുത്തുകയും ചെയ്യും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അൺവാഷ്ഡ് ഹാൻഡ്സും ആ ഹാൻഡ് വെച്ചുണ്ടാക്കുന്ന ഫുഡും ക്ലീൻ അല്ലാത്ത യൂട്ടൻസിൽസും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് germs transferred via surfaces to cooked foods can multiply rapidly at room temperature. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ സർഫസിലായിരിക്കുന്ന ജേംസ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി സർഫസിൽ ഉണ്ടാവുന്ന ഡ്രൈ സർഫസിലാണെങ്കിലും ഉണ്ടാവുന്ന ജേംസിനെ കുറിച്ച് പഠിച്ചു. ഡ്രൈ സർഫസിൽ ചില എല്ലാ സ്പീഷീസും അല്ല, ഏതെങ്കിലും കുറച്ച് വിഭാഗങ്ങളിൽപ്പെട്ടവര് കുറെ കാലം ജീവിക്കും, അത് വലിയ ഇൻഫെക്ഷൻ ഉണ്ടാക്കും എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തില് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ, അതായത് ചൂട് പോയി കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആയി കഴിയുമ്പോഴേക്കും ഭക്ഷണത്തില് ഇത് വളരെ അധികമായിട്ട് സ്പ്രെഡ് ചെയ്യും. സോ ക്യാൻ ജേംസ് ദാറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു വെറ്റ് ക്ലീനിങ് ക്ലോത്ത്സ്, അതേപോലെ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച വെറ്റ് ക്ലോത്ത്സിലും ഈ ജേംസ് പെട്ടെന്ന് പടർന്നു പിടിക്കും. അടുത്തത് ഇൻസെക്ട്സ് എന്നാട്ടോ, ഇവിടെ ഒരു എസ് കൂടുതലാണ്, ഇൻസെക്ട്സിനേ ഉള്ളൂ. Insects or other pests and pets can act as a vehicle for transfer of infection. അടുത്ത മെത്തേഡ് ആണ് എന്ത്, നമുക്ക് ഇൻസെക്ട്സ് വഴി നമുക്കറിയാം ഈച്ച, കൊതുക്, പിന്നെ പെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പെസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പെസ്റ്റിസൈഡ്, പുഴുശല്യം എന്നൊക്കെ പറയുന്ന പെസ്റ്റ്, പിന്നെ പെറ്റ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷി മൃഗാദികൾ, ഇതെല്ലാം മറ്റൊരു രീതിയിലുള്ള ഇൻഫെക്ഷന് നമ്മൾക്ക് കാരണമാകും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റു കാരണങ്ങളാണ് ഇവയെല്ലാം. ഇൻസെക്ട്സ്, പെസ്റ്റ് ആൻഡ് പെറ്റ്സ്. The purpose of applying a hygiene procedure is to reduce the number of germs to level where there is no longer a threat to health. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, the purpose of applying a hygiene procedure, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹൈജീൻ, കൃത്യമായിട്ടുള്ള ഒരു ശുചിത്വ വഴികൾ അല്ലെങ്കിൽ ഹൈജീൻ പ്രൊസീജിയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളുടെ ആരോഗ്യത്തിന് ഭീഷണിയില്ലാതെ ഈ ജേംസിന്റെ നമ്പറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഹെൽത്തി അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ദിസ് ലെവൽ varies depending on the circumstances and will dictate what procedures are required. A number of procedures can be used to achieve hygienic decontamination including. അതെ, അടുത്തത് ഇനി അതിന്റെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ ഹൈജീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈജീൻ ആക്കേണ്ട പ്രൊസീജിയേഴ്സ്, ഹൈജീൻ ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മലിനമായതും അല്ലെങ്കിൽ ശുചിത്വമില്ലാത്തതിനെയൊക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്തൊക്കെ സ്റ്റെപ്പ് ആണെന്നാണ് ഇനി പറയുന്നത്. ക്ലീനിങ്, ഹീറ്റ്, ഹൈജീനിക് ക്ലീനേഴ്സ് ആൻഡ് കെമിക്കൽ ഡിസിൻഫെക്ടേഴ്സ്, ഇത് പിന്നെ ഹാൻഡ് ഹൈജീൻ, അങ്ങനെ ടോയ്ലറ്റ് ഹൈജീൻ, ഇനി ഓരോ മേഖലകളിലുള്ള ഹൈജീൻ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഹൈജീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ജേംസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയാണോ ആ സിറ്റുവേഷനിൽ മാക്സിമം ഹൈജീൻ ആയിരിക്കണം എന്ന് പറയുന്നത്. ആ ഹൈജീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മെനി ഇൻസ്റ്റൻസസ്, എക്സാമ്പിൾ for hand washing, cooking utensils, cutlery and crockery, decontamination can be achieved by using a cleaning product and water. അതായത് നമ്മൾ മാക്സിമം, നമുക്ക് ഇപ്പോൾ ഹാൻഡ് വാഷിങ്ങിന്റെ കാര്യം ആരെയും പഠിപ്പിക്കേണ്ട, എല്ലാവരും നല്ല വൃത്തിയായിട്ട് കൈ കഴുകാൻ പഠിച്ചവരാണ്.
ഈ ഒരു മാർച്ചോടുകൂടി കഴിഞ്ഞ മാർച്ചോടുകൂടി എല്ലാവരും നല്ല വൃത്തിയായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുന്നുണ്ട്. അതേപോലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ്, കട്ട്ലറി ആൻഡ് ക്രോക്കറി, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ക്രോക്കറി ഐറ്റംസ്, അതിന്റെ എല്ലാം ഡീകണ്ടാമിനേഷൻ ക്യാൻ ബി, അവരൊക്കെ എങ്ങനെയാണ് അണുവിമുക്തം അല്ലെങ്കിൽ മലിനീകരണം അവരിൽ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിച്ച് കഴുകണം, പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ക്ലീനിങ് പ്രൊഡക്റ്റും വാട്ടർ ഉപയോഗിച്ച് അത് മാക്സിമം ക്ലീൻ ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്കറിയാം, എന്തെങ്കിലും കുറച്ച് നാൾ പഴകിയ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോലും അത് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവുന്ന ജേംസ് എന്ത് ചെയ്യും? അതെല്ലാം ഈ ഹീറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ക്ലീനിങ് പ്രൊഡക്റ്റ്, നമ്മൾ ഉപയോഗിച്ച ക്ലീനിങ് പ്രൊഡക്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വാട്ടർ വഴിയോ എല്ലാം നശിച്ചു പോകും. Decontamination is only achieved if applied in conjunction with a mechanical action. ഡീകണ്ടാമിനേഷൻ നമുക്ക് എപ്പോഴാണ് സാധ്യമാകുന്നത്? അത് വൈപ്പിങ്ങോ സ്ക്രബ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ റിൻസിങ് പ്രോസസ്സിങ്ങിന്റെ ഇടയിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു മെക്കാനിക്കൽ ആക്ഷൻ, അതായത് തുടയ്ക്കുന്നതോ സ്ക്രബ്ലിങ്ങോ, നമ്മൾ തേച്ചൊരച്ചൊക്കെ കഴുകത്തില്ലേ, അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡീകണ്ടാമിനേഷൻ, നമ്മൾ ഉപയോഗിച്ച യൂട്ടൻസിൽസിന്റെ ആണെങ്കിലും നമ്മളുടെ ഹാൻഡ്സ് ആണെങ്കിലും വെറുതെ കഴുകി പോകുന്നതിൽ ഏറ്റവും നല്ലത്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ടി വിയിലും എല്ലാത്തിലും നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഓരോ വിരലുകളുടെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് കഴുകാൻ പറയും. അങ്ങനെ കഴുകുന്നതാണ് എപ്പോഴും ഈ ഡീകണ്ടാമിനേഷൻ മലിനമാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. It is not usually an effective way to decontaminate fixed surface such as kitchen worktop because they cannot be effectively rinsed. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം അറിയാം, ഫിക്സഡ് ആയിട്ടുള്ള സർഫസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഇപ്പൊ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെ ഒരിക്കലും കഴുകാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ കിച്ചൺ ടോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ടോപ്പ്, നമ്മൾ ചെയ്യുന്ന സ്ലാബ് എന്നൊക്കെ പറയില്ലേ നമ്മളുടെ വീട്ടില് നമ്മൾ അത്യാവശ്യം എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ അത്യാവശ്യം അരിയാനൊക്കെ നമ്മളെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന സ്ഥലം, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തുകൊണ്ട് പോയി തേച്ചൊരച്ച് കഴുകാനോ അല്ലെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് റിൻസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും എഫക്റ്റീവ് അല്ല. പക്ഷെ അപ്പൊ അവിടെയൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് എന്തെങ്കിലും നല്ലതായിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ തുടയ്ക്കുക. അതൊക്കെ നമ്മളുടെ കിച്ചണിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ജേംസിൽ എന്തെങ്കിലും ചെറിയ ജേംസിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുന്നതിന് സാധിക്കും. അടുത്തത് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഡീകണ്ടാമിനേറ്റിംഗ് ഐറ്റംസ് സച്ച് എസ് ക്ലോത്ത്, ക്ലീനിങ് യൂട്ടൻസിൽസ് ആൻഡ് ഫാബ്രിക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഞാൻ ക്ലോത്ത്സിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഹീറ്റ് ചെയ്യുക എന്നുള്ളത്, ചൂടാക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നത് അതിനകത്തുള്ള ജേംസിനെ കൊന്നുകളയുന്നതിന് അല്ലെങ്കിൽ ജേംസിനെ നശിപ്പിക്കുന്നതിന് സഹായിക്കും. Heat is also used to reduce microbial contamination of foods to a level that is safe for consumption. ഒരു പരിധിവരെ ചൂട്, നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലുള്ള ചൂട് അതിനകത്തുള്ള ചെറിയ ചെറിയ അണുക്കളെ വരെ നശിപ്പിക്കുന്നത്. നമ്മളപ്പോ അണുക്കളെ നശിപ്പിക്കും, അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് അത് കൺസംഷൻ, നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഈ കുട്ടികൾക്കുള്ള ശീലങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മക്കൾക്ക് ചെറിയ ചൂട് എപ്പോഴും ശീലമാക്കുക, അല്ലെങ്കിൽ ചൂടാക്കിയ ഭക്ഷണം മാത്രം കൊടുക്കുക. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാടെ നേരിട്ട് കൊണ്ടേ കൊടുക്കരുത്, തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുക്കരുത്. എപ്പോഴും മാക്സിമം ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ചൂടാക്കി കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇതാണ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുകൂടി ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. Generally, the higher the temperature achieved, the more germs are killed. എന്തോരം ടെമ്പറേച്ചർ കൂട്ടിയാണോ വരുന്നത് അത്രയും ജേംസ് അതില് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ചത്തുപോകും. കാരണം എന്താണ്, നമുക്കറിയാം, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത്, വെള്ളത്തിൽ ധാരാളം ജേംസ് ഉണ്ട്. പക്ഷെ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. വെറുതെ ചൂടാക്കിയാൽ പോരാ, എന്തോരം അത് ചൂടാകുന്നു അല്ലെങ്കിൽ എന്തോരം അത് തിളയ്ക്കുന്നോ അത്രയും അത് അതിനകത്തുള്ള ജേംസിനെ നശിപ്പിക്കും. അടുത്തത് ഹൈജീനിക് ക്ലീനേഴ്സ് ആൻഡ് കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ്. നമുക്കറിയാം, ശുചിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനേഴ്സും കെമിക്കൽ ഡിസിൻഫെക്റ്റൻസും. These can be used to effectively decontaminate sites and surfaces where the former methods are inadequate or impractical. അതായത് നമുക്കറിയാം,
എല്ലായിടത്തും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ വാഷിങ്ങും ക്ലീനിങ്ങും ഹീറ്റിങ്ങും അതൊന്നും നടക്കത്തില്ല. അങ്ങനെ നടക്കാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും ക്ലീനേഴ്സും കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് decontaminate work surface or toys to be decontaminate toilets or when there is an infection in the child care setting. an എക്സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ആ കിച്ചൺ സ്പേസ് വരുന്ന നമ്മളുടെ ആ വർക്ക് കിച്ചൺ വർക്ക് സ്പേസ് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ്, കുട്ടികളുടെ ടോയ്സ് ഒന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വിട്ട് അത് പ്ലാസ്റ്റിക് ടോയ്സ് അങ്ങനത്തെ ടോയ്സ് ഒന്നും നമുക്ക് ചൂടാക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ക്ലീനേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഉപയോഗിച്ച്, നമുക്കറിയാം ഡെറ്റോൾ നമ്മൾ തുടയ്ക്കാറുണ്ട്. ഇതേപോലെ ഇപ്പൊ ധാരാളം നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സാനിറ്റൈസർ ഇട്ട് നമ്മളുടെ കൈ തൂക്കുന്ന പോലെ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ക്ലീനർ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത്യാവശ്യം നമ്മളുടെ കിച്ചണൊക്കെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിടാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഈ ക്ലീനേഴ്സും കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. The effectiveness of any hygiene procedure not only depends on the effectiveness of the product used. ഒരിക്കലും നമ്മൾ വലിയ കമ്പനിയുടെ പരസ്യം കേട്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃത്തിയാകും എന്ന് വിചാരിക്കരുത്. ബട്ട് ഓൾസോ the way the procedure is applied. എന്തുകൂടി ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കേണ്ട പ്രൊസീജിയർ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. In the right way and the right time. ഏത് സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഹൈജീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും വലിയ വിലയുടെ ഈ സാധനം ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ നല്ലത് എപ്പോഴും എന്താ നല്ലത്, ചെറുതാണെങ്കിലും അതെങ്ങനെ ഉപയോഗിച്ചു, കറക്റ്റ് സമയത്ത് കൃത്യം റൈറ്റ് വേയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായ സമയത്ത് വേണ്ട പ്രകാരം അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിനൊരു പോസിറ്റീവ് എഫക്റ്റ്, അതായത് നമുക്കിവിടെ പോസിറ്റീവ് എഫക്റ്റ് എന്താ വേണ്ടേ, നമ്മളുടെ ജേംസിനെ കില്ല് ചെയ്യണം, ആ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഡെവലപ്പിംഗ് ഹൈജീൻ പ്രോട്ടോകോൾസ് ഫോർ യൂസ് ഇൻ ദ ചൈൽഡ് കെയർ സെറ്റിംഗ് വിൽ ഹെൽപ്പ് യു ടു എൻഷുർ ദാറ്റ് ഹൈജീൻ പ്രൊസീജിയേഴ്സ് ആർ അപ്ലൈഡ് കറക്റ്റ്ലി ആൻഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ദ ചിൽഡ്രൻ ഇൻ യുവർ കെയർ ടു സ്റ്റാഫ് ആൻഡ് ടു യുവർ സെൽഫ് ഓൺ മിനിമൈസ്ഡ്. അതായത് ഇങ്ങനെ നല്ലൊരു ഹൈജീൻ പ്രോട്ടോകോൾ നമ്മളുടെ ചൈൽഡ് കെയർ സെറ്റിംഗിലായാലും, അതായത് ഇപ്പോൾ പ്രീ KG ആയാലും KG ആണെങ്കിലും നമ്മളിപ്പോ സ്വന്തമായിട്ട് ചൈൽഡ് കെയർ അല്ലെങ്കിൽ എന്താ പറയുന്ന ഡേ കെയർ പോലെ നടത്തുന്ന എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ പ്രോട്ടോകോള് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന കുട്ടികൾക്കും സ്റ്റാഫിനാണെങ്കിലും നമുക്കാണെങ്കിലും എന്ത് ചെയ്യാം, ഈ ഇൻഫെക്ഷൻ എന്നുള്ള റിസ്ക് വളരെ അധികമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത്, you can help raise children's awareness of good hygiene practices by teaching them about the importance of. നമ്മൾക്ക് എങ്ങനെയാണ് കുട്ടികളിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാ പറഞ്ഞേക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ് ടീത്ത്. അടുത്തത് നോസ് വൈപ്പിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ടിഷ്യൂസ്, ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ത്രൂ കഫിംഗ് ആൻഡ് സ്നീസിംഗ്, യൂസിംഗ് ദ ടോയ്ലറ്റ് കറക്റ്റ്ലി. അതായത് വൃത്തിയായിട്ട് കൈ കഴുകുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ സ്ഥിരമായി പരിശീലിപ്പിക്കുകയും വേണം. ക്ലീനിങ് ടീത്ത് നമ്മൾ 2 തവണ രാവിലെയും രാത്രിയും പല്ല് തേക്കണം എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പാരന്റ്സും ടീച്ചേഴ്സും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് നോസ് വൈപ്പിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ടിഷ്യൂസ്. മൂക്കൊക്കെ തുടച്ചതിന് ശേഷം അല്ലെങ്കിൽ തുമ്മല് അല്ലെങ്കിൽ കോഫിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യണം, ആ ടിഷ്യൂസ് അവർ ഉപയോഗിച്ച ടിഷ്യൂസ് കളയണം. അത് എവിടെയായിരിക്കണം കളയേണ്ടത്, കാണുന്നിടത്ത് വലിച്ചെറിയല്ല, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ എന്തെങ്കിലും നമ്മൾ വെക്കുക, എന്താ പറയുന്നത് വേസ്റ്റ് ബിന്നോ അങ്ങനെ എന്തെങ്കിലും, അതായത് മറ്റു കുട്ടികൾ അല്ലെങ്കിൽ മറ്റാരും പോയി അത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്പോസൽ ടിഷ്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് കളയാനുള്ള ഒരു പ്രോപ്പർ സ്ഥലം അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. The spread of infection through coughing and sneezing. അതേപോലെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കുട്ടികളോട് പറയാ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ടോ മാക്സിമം കവർ ചെയ്ത് പിടിക്കുക. കാരണം എന്താ, ആ സമയത്ത് വരുന്ന ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ളവരുടെ മേത്തേക്ക്
വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ടോയ്ലറ്റ്, നമുക്കറിയാം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ രോഗം പടരുന്ന സ്കൂളുകളിലാണെങ്കിലും ഹെൽത്ത് അല്ലെങ്കിൽ മറ്റു ചെറിയ KG കുട്ടികൾ ഡേ കെയർ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം പടരുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്. കാരണം ടോയ്ലറ്റിൽ അവർക്ക് എന്ത് ചെയ്യണം, ചെറിയ കുട്ടികളാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അവർക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 5 പോയിന്റ്സ് ആണ് അവർ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ് ടീത്ത്, നോസ് വൈപ്പിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ടിഷ്യൂസ്, ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ത്രൂ കഫിംഗ് ആൻഡ് സ്നീസിംഗ്, യൂസിംഗ് ദ ടോയ്ലറ്റ് കറക്റ്റ്ലി. അടുത്തത് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഹൈജീൻ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതും ഹൈജീനിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം ഡൂസ്. Check the premises are clean and safe before the children arrive each day. ഡേ കെയർ നടത്തുന്നതായാലും സ്കൂൾ നടത്തുന്നതായാലും എന്ത് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് KG ക്ലാസ്സിലെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ KGയിലായിരിക്കുന്ന കുട്ടികൾ വരുന്നതിന് മുൻപേ അവർ വരുന്ന ക്ലാസ് റൂം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീനും സേഫും ആണോ എന്ന് അവർ വരുന്നതിന് മുൻപേ, ബിഫോർ ദ ചിൽഡ്രൻ അറൈവ് ഈച്ച് ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസവും ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് എസ്റ്റാബ്ലിഷ് എ ഡെയിലി ക്ലീനിങ് റൊട്ടീൻ ഫോർ ദ പ്രിമൈസസ് ഇൻക്ലൂഡിംഗ് പ്ലേ ഏരിയാസ്, ടോയ്ലറ്റ്സ്, കിച്ചൺ ആൻഡ് നാപ്പി ചേഞ്ചിങ് ഏരിയാസ്. എന്താണ് വേണ്ടത്? ഒരു ക്ലീനിങ് റൊട്ടീൻ ഉണ്ടായിരിക്കണം. പ്രിമൈസസ് ആയാലും അവര് നടക്കുന്ന സ്ഥലങ്ങളായാലും പ്ലേ ഏരിയാസ് ആയാലും അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് ആയാലും കിച്ചൺ ആയാലും അവർക്ക് അവരുടെ നാപ്പി ചേഞ്ചിങ് ഏരിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ റാപ്പിഡ്ലി എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചപ്പോൾ തെറ്റി വെക്കുന്നതാട്ടോ. നാപ്പി ചേഞ്ചിങ് ഏരിയസ്, അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് റൊട്ടീൻ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും അവർ ഇരിക്കുന്ന ക്ലാസ് റൂം അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് എന്നും മാക്സിമം കഴുകിയിടണം എന്നാ പറയുന്നത്. അത് രാവിലെയും വൈകുന്നേരം കഴുകിയാൽ അത്രയും നല്ലത്. അതേപോലെ അവര് കളിക്കുന്ന സ്ഥലങ്ങള് അതെല്ലാം നന്നായി, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ, ഇതെല്ലാം എന്നും കഴുകുകയും തുടക്കി വെക്കുക. കഴുകുക എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളമൊഴിച്ച് കുറെ കഴുകുക എന്നല്ല, നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിടുക, അടിച്ചു വാരി ക്ലീൻ ആൻഡ് നീറ്റ് ആ രീതിയിലാക്കിയിടുക. അതേപോലെ നമുക്കറിയാം കുട്ടികളുടെ സ്നഗി ആണെങ്കിലും അല്ലാതെ അവരുടെ നാപ്പീസ് അവർക്ക് സാധനങ്ങള് കളയാനായിട്ടുള്ള ആ സ്ഥലം അത് എന്നും കൊണ്ടേ കളയുക. അല്ലാതെ അത് അവിടെ കൂട്ടി വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലും അങ്ങനെ അല്ലാതെ അത് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കുട്ടികളെ സ്വീകരിക്കും. നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മളുടെ ഡേ കെയറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തത് എസ്റ്റാബ്ലിഷ് എ റോട്ടർ സിസ്റ്റം ഫോർ ക്ലീനിങ് ടോയ്സ്, ഫർണിച്ചേഴ്സ്, ഡ്രസ്സിംഗ് അപ്പ് ക്ലോത്ത്, സാൻഡ്, വാട്ടർ, പ്ലേ ഏരിയ, ബോൾ പിറ്റ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്. അതായത് ഒരു റൊട്ടേഷണൽ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നും നമുക്ക് കുട്ടികളുടെ ടോയ്സ് ചിലപ്പോൾ കഴുകാൻ പറ്റിയെന്ന് വരത്തില്ല. ഫർണിച്ചേഴ്സ്, അവർ ഉപയോഗിക്കുന്ന ഫർണിഷിംഗ്, പിന്നെ ഡ്രസ്സിംഗ് അപ്പ് ക്ലോത്ത്സ്, സാൻഡ്, വാട്ടർ, ഇതെല്ലാം നമ്മുടെ പ്ലേ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളാണ്. പ്ലേ ഏരിയ അല്ലെ പിന്നെ ബോൾ പിറ്റ്സ്, അതേപോലെ അവർ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, ഇതൊന്നും നമുക്ക് എല്ലാ ദിവസവും വൃത്തിയാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലാത്തതെല്ലാം എന്ത് ചെയ്യാം, അതിനൊരു റൊട്ടേഷണൽ സിസ്റ്റം വെക്കുക. അതായത് ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ ദിവസം ഇന്ന ഐറ്റം എന്നുള്ള രീതിയിൽ മാറി 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 അത് ഡെറ്റോൾ ഇട്ട് തുടക്കേണ്ടവർക്ക് ഡെറ്റോൾ യൂസ് ചെയ്യാം, അല്ല എന്തെങ്കിലും മറ്റ് ക്ലീനേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലീനേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കഴുകി എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ മാറി മാറി ഒരു സിസ്റ്റം വെക്കുക. അതിനകത്ത് റൊട്ടേഷൻ ഒക്കെ വെക്കുന്ന പോലെ ഇന്ന ദിവസം ഇന്ന് ക്ലീനിങ് ടോയ്സ് ആണെങ്കിൽ നാളെ ഫർണിച്ചേഴ്സ് ക്ലീനിങ്, മറ്റന്നാൾ എന്താ പറയുന്നത് പ്ലേ ഏരിയ ക്ലീനിങ്, അങ്ങനെ ഓരോ ദിവസം റൊട്ടേഷൻ ആയിട്ട് വെച്ച് മാക്സിമം അവരായിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായോ? ഇനി 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ, അതാ കട്ട് ചെയ്തത്. മനസ്സിലായോ?